വറ്റാത്ത വീര്യവും പോരാട്ടങ്ങളുടെ ചരിത്രവുമുള്ള പഞ്ചാബിന്റെ മണ്ണിൽ ഒരു കാവ്യവസന്തം ഉണ്ടാകുമെന്ന് നിങ്ങളിൽ എത്ര പേർ വിശ്വസിച്ചിരുന്നു? അതിർത്തി കടന്നുള്ള ഭീഷണികളും കർഷക സമരങ്ങളും കൊണ്ട് എപ്പോഴും വാർത്തകളിൽ നിറയുന്ന പഞ്ചാബിൽ താമര വിരിയുമെന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നു? പലരും കരുതി പഞ്ചാബ് എന്നാൽ അത് കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെയോ മാത്രം കോട്ടയാണെന്ന്. BJPക്ക് അവിടെ വേരുകളില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചവർ ഇവിടെ എത്ര പേരുണ്ട്? എന്നാൽ ആ പരിഹാസങ്ങൾക്കെല്ലാം പഞ്ചാബിലെ ജനങ്ങൾ തന്നെ മറുപടി നൽകി തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു പ്രവചനമാണ്, മറ്റാരുടെയുമല്ല, ക്രിക്കറ്റ് താരം യുവരാജ് സിംഗിന്റെ വാക്കുകൾ. പഞ്ചാബും ഒരു നാൾ BJP പിടിക്കുമെന്ന് യുവരാജ് സിംഗ് പറഞ്ഞപ്പോൾ പലരും അത് വെറുമൊരു തമാശയായി തള്ളിക്കളഞ്ഞു. എന്നാൽ ഇന്ന് ആ വാക്കുകൾ പഞ്ചാബിന്റെ മണ്ണിൽ അക്ഷരം പ്രതി സത്യമാവുകയാണ്. അതെ, രാഷ്ട്രീയ എതിരാളികളുടെ കോട്ടകൾ തകർത്ത് BJP പഞ്ചാബിൽ കളി തുടങ്ങിക്കഴിഞ്ഞു. അതെ, വിരുദ്ധചേരികളുടെ കോട്ടകൾ ഒന്നൊന്നായി തകർത്ത് BJP ഇപ്പോൾ പഞ്ചാബിൽ കളി തുടങ്ങിക്കഴിഞ്ഞു. എന്താണ് പഞ്ചാബിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ മറ്റു പാർട്ടികളെ കൈവിട്ട് BJPയിലേക്ക് ഒഴുകിയെത്തുന്നത്? നമുക്ക് നോക്കാം. ഫലങ്ങൾ പുറത്തു വരുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഞെട്ടിയിരിക്കുകയാണ്. പഞ്ചാബിലെ കാലിഫോർണിയ എന്ന് വിളിക്കപ്പെടുന്ന അതിസമ്പന്നമായ കൃഷിക്കേറെ പേരുകേട്ട മണ്ണാണ് അബോഹർ. മുൻപ് പ്രമുഖ നേതാവ് സുനിൽ ജാഖറിന്റെ കുടുംബത്തിന് ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന ആ അബോഹർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ മേയർ സ്ഥാനം ഇക്കുറി BJP അങ്ങ് പിടിച്ചെടുത്തു. വെറുമൊരു വിജയമല്ലാതെ ആകെ 50 കൗൺസിലർമാരുള്ള അബോഹറിൽ 28 സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിക്കൊണ്ടാണ് BJP അവിടെ ഭരണം പിടിച്ചത്. ഇതോടെ വിരുദ്ധചേരികളുടെ നെഞ്ചിലാണ് തീ കോരിയിട്ടിരിക്കുന്നത്. ഈ ഒരു നഗരത്തിൽ മാത്രമല്ല, പഞ്ചാബിലുടനീളം മൊത്തം 171 സീറ്റുകളാണ് BJP ഇക്കുറി തൂത്തുവാരിയത്. അടിത്തറ ഇളകി എന്ന് പറഞ്ഞവർക്ക് മുന്നിലാണ് BJP വൻ മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് പഞ്ചാബിലെ ജനങ്ങൾ ഇപ്പോൾ കൂട്ടത്തോടെ BJPയിലേക്ക് വരുന്നത്? അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: മടുപ്പ്. ജനങ്ങളെ മാറി മാറി പറ്റിച്ച രണ്ട് പാർട്ടികളെയും അവർക്ക് മടുത്തു കഴിഞ്ഞു. വർഷങ്ങളോളം ഭരിച്ച കോൺഗ്രസിനെ ജനങ്ങൾ വെറുത്തപ്പോഴാണ് ഒരു മാറ്റം പ്രതീക്ഷിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിക്ക് ഭരണം നൽകിയത്. പക്ഷെ എന്താണ് സംഭവിച്ചത്? മയക്കുമരുന്നും മാഫിയയും ക്രമസമാധാന തകർച്ചയും വികസനമില്ലായ്മയും കൊണ്ട് പഞ്ചാബ് പൊറുതിമുട്ടി. കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരിക്കുന്നത് പോലെ ശക്തമായ ഒരു ഭരണം പഞ്ചാബിലും വരണമെങ്കിൽ അതിന് BJPക്ക് മാത്രമേ സാധിക്കുമെന്ന് അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വികസന ശൂന്യതയ്ക്ക് ജനങ്ങൾ നൽകിയ ശക്തമായ പ്രഹരമാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം. ഈ വിജയത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങളുണ്ട്. ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെയാണ് BJP കേന്ദ്ര നേതൃത്വം ഇത്തവണ പഞ്ചാബിൽ തിരഞ്ഞെടുപ്പ് ചുമതല ഏൽപ്പിച്ചത്. OBC സിഖ് വിഭാഗത്തിൽപ്പെട്ട പഞ്ചാബിയായ നയാബ് സിംഗ് സൈനി കാവി തലപ്പാവ് ധരിച്ച് പഞ്ചാബിലെ തെരുവുകളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതൊരു പുതിയ ആവേശമായി മാറി. ഏകദേശം 71ഓളം നിർണായക മീറ്റിംഗുകളിൽ നയാബ് സിംഗ് സൈനി നേരിട്ട് പ്രസംഗിച്ചു. BJPയെ വെറുമൊരു ഹിന്ദു പാർട്ടി എന്ന് വിളിച്ച് മാറ്റി നിർത്താൻ ശ്രമിച്ച അരവിന്ദ് കെജ്രിവാളിന്റെയും കോൺഗ്രസിന്റെയും കുപ്രചാരണങ്ങൾക്കാണ് BJPയുടെ തങ്ങളുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് വഴി തിരിച്ചടി നൽകിയത്. ഇനി BJP പഞ്ചാബിൽ പാർട്ടിയെ അടിമുടി പൊളിച്ചെഴുതുകയാണ്. ലക്ഷ്യം മറ്റൊന്നുമല്ല, 2027 നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഒന്നില്ലെങ്കിൽ ഭരണം പിടിക്കുക, അല്ലെങ്കിൽ പഞ്ചാബിലെ ഏറ്റവും വലിയ പ്രതിപക്ഷമായി മാറുക. ഇതിനായി മുൻ കോൺഗ്രസ് നേതാവായ കേവൽ സിംഗ് ദില്ലിനെയാണ് BJP തങ്ങളുടെ പുതിയ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത്. സിഖ് സമൂഹത്തിന് BJPയോടുള്ള അകൽച്ച പൂർണ്ണമായും ഇല്ലാതെയായി. ഇത് പഞ്ചാബിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാറ്റമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് പഞ്ചാബ് വെറുമൊരു സംസ്ഥാനമല്ല, പാകിസ്ഥാനുമായി 533 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന പ്രധാനമായ ഒരു മേഖലയാണ്. മയക്കുമരുന്ന് കടത്തും അതിർത്തി കടന്നുള്ള ഭീകരവാദവും പരിധിവിട്ട മതപരിവർത്തനവും പഞ്ചാബിനെ തകർക്കുകയാണ്. അതുപോലെ തന്നെ കർഷക സമരം എന്ന പേരിൽ ഡൽഹിയിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കോൺഗ്രസും മറ്റു പാർട്ടികളും ഉപയോഗിക്കുന്നത് പഞ്ചാബിലെ ചില വിഭാഗങ്ങളെയാണ്. ഇവർക്കിടയിൽ ദേശീയബോധവും വികസന രാഷ്ട്രീയവും എത്തിക്കാൻ BJPക്ക് കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് നൽകുന്ന കരുത്ത് ചെറുതല്ല.
അസം ഭാരതത്തെ സംരക്ഷിക്കാൻ BJPക്ക് എത്രത്തോളം ആവശ്യമായിരുന്നോ, ബംഗാൾ എത്രത്തോളം ആവശ്യമാണോ അത്രത്തോളം തന്നെ പ്രധാനമാണ് പഞ്ചാബും. ആകെ 117 സീറ്റുകളുള്ള പഞ്ചാബ് നിയമസഭയിലേക്ക് 2027 മാർച്ചിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ കാവിക്കൊടി പാറിക്കാൻ BJP ഒരുങ്ങിക്കഴിഞ്ഞു. എതിരാളികൾ എത്രയൊക്കെ തടയാൻ നോക്കിയാലും പഞ്ചാബിലെ ജനങ്ങൾ വികസനത്തിന്റെ പാതയിലേക്ക് വന്നു കഴിഞ്ഞു. അബോഹറിലെ വിജയം വെറുമൊരു തുടക്കം മാത്രമാണ്. ഇനി പഞ്ചാബിൽ വരാനിരിക്കുന്നത് കാവി വസന്തത്തിന്റെ നാളുകളായിരിക്കാം. കാരണം BJP അവിടെ കളം ഒരുക്കി കഴിഞ്ഞു. ഇത് BJPയുടെ രാഷ്ട്രീയ നീക്കങ്ങളെയും നിരന്തരം പരിഹസിച്ചവർക്കും തള്ളിപ്പറഞ്ഞവർക്കുമുള്ള കൃത്യമായ അതിശക്തമായ ഒരു മറുപടിയാണ്. പഞ്ചാബിൽ കാവിക്കൊടി പാറില്ല എന്നും താമരയ്ക്ക് ഇവിടെ വേരോട്ടം ഉണ്ടാകില്ല എന്നും പറഞ്ഞ് അഹങ്കരിച്ച രാഷ്ട്രീയ ശത്രുക്കളുടെ വായടുപ്പിക്കുന്ന വൻ വിജയം. അസാധ്യമെന്ന് കരുതിയ ഇടങ്ങളിൽ പോലും തങ്ങളുടെ കൃത്യമായ തന്ത്രങ്ങളിലൂടെയും ജനപിന്തുണയിലൂടെയും വിജയം ഉറപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ എതിരാളികൾ ഇത്രയും കാലം കുത്തകയാക്കി വെച്ചിരുന്ന, ആർക്കും തകർക്കാൻ കഴിയില്ല എന്ന കോട്ട കെട്ടി കാത്തിരുന്ന മണ്ണിലാണ് ഇക്കുറി എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് താമര അവിടെ വിരിഞ്ഞിരിക്കുന്നത്. BJPയെ വെറും കാഴ്ചക്കാരാക്കി മാറ്റാമെന്ന് കരുതിയവർ ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത് വെറുമൊരു പ്രാദേശിക തിരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല, വരാനിരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ, ഒരു വലിയ കാവിക്കൊടുങ്കാറ്റിന്റെ കൃത്യമായ തുടക്കം മാത്രമായിരിക്കാം. ഡൽഹിയിലിരുന്ന പഞ്ചാബിനെ നിയന്ത്രിക്കാമെന്ന് മോഹിച്ചവരുടെ നെഞ്ചിലേക്കാണ് ജനങ്ങൾ ഈ വിജയത്തിലൂടെ തീ കോരിയിട്ടിരിക്കുന്നത്. മാറ്റത്തിന്റെ ഈ മണിമുഴക്കം പഞ്ചാബിൽ പുതിയൊരു രാഷ്ട്രീയ ചരിത്രത്തിന് തുടക്കമിടുകയാണ്. ഇനി ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിലേക്ക് നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാവും. വികസനവും സമാധാനവും ആഗ്രഹിക്കുന്ന ഏതൊരു ജനതയും ഇന്ന് നെഞ്ചിലേറ്റുന്നത് ഒരൊറ്റ രാഷ്ട്രീയ ചിന്തയെ മാത്രമാണ്. മാറ്റങ്ങൾ പെട്ടെന്നൊന്നും സംഭവിക്കില്ല എന്ന് കരുതിയ വലിയ കോട്ടകൾ പോലും ഇന്ന് ഒന്നിനു പുറകെ ഒന്നായി തകരുകയാണ്. ദേശീയതയ്ക്കും ശക്തമായ ഭരണാധികാരത്തിന് മുന്നിൽ വംശീയ രാഷ്ട്രീയ കുപ്രചാരണങ്ങളും പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ച് രാഷ്ട്രീയം കളിച്ചവർക്കുള്ള കാലത്തിന്റെ കാവ്യനീതിയാണ് BJPയുടെ ഈ വിജയം. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും അതിർത്തികൾ സുരക്ഷിതമാക്കാനും കേൾപ്പുള്ള ഒരു നേതൃത്വം കൂടെയുണ്ടെന്ന ബോധം ഇന്ന് ഓരോ ആളുകളിലും ശക്തമായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ അട്ടിമറികൾക്കായി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. തങ്ങളുടെ കുത്തകയെന്ന് കരുതി ചിലർ അഹങ്കരിച്ച പല മേഖലകളിലും ഇനി പുതിയൊരു ചരിത്രത്തിന് വഴിമാറും. ഇനി ഇവിടെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇവിടെ BJPക്ക് ഒരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ എത്രയോ സ്ഥലങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? ശത്രുക്കളുടെ എല്ലാ കണക്കുകൂട്ടലുകളും തകിടം മറിച്ചുകൊണ്ട് BJP അട്ടിമറി വിജയങ്ങൾ നേടി മുന്നേറുകയാണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പലരും കരുതി കുപ്രചാരണങ്ങൾ നടത്തിയും വിദ്വേഷം ജനിപ്പിച്ചും ഒരു പ്രത്യേക ജനവിഭാഗത്തെ എക്കാലവും ഒരു പാർട്ടിയിൽ മാത്രം കെട്ടിയിടാമെന്ന്. എന്നാൽ ഇന്ന് ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിക്കഴിഞ്ഞു. അന്ധമായ രാഷ്ട്രീയങ്ങൾക്കപ്പുറം തങ്ങളുടെ നാടിന്റെ വികസന സുരക്ഷയ്ക്ക് ആരാണ് കൂടെയുള്ളതെന്ന് സാധാരണക്കാരായ വോട്ടർമാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഒരു സാധ്യതയുമില്ല എന്ന് മാധ്യമങ്ങൾ പോലും വിധി എഴുതിയ മണ്ണിൽ പോലും നിശബ്ദമായ ഒരു ജനകീയ വിപ്ലവമാണ് ഇന്ന് നടക്കുന്നത്. ജനങ്ങൾ മാറ്റം ആഗ്രഹിച്ചാൽ പിന്നെ ഒരു ശക്തിക്കും അവരെ തടയാൻ കഴിയില്ല എന്നതിന്റെ വ്യക്തമായ തെളിവല്ലേ ഈ പലയിടങ്ങളിലും ഇപ്പോൾ നിങ്ങൾ കാണുന്നത്? ഭാരതത്തിന്റെ ഈ രാഷ്ട്രീയ ഭൂപടം അതിവേഗം മാറുകയാണ്. ജനങ്ങളെ വെറും വോട്ട് ബാങ്ക് മാത്രമായി കണ്ട ഭരണാധികാരികളെ തൂത്തെറിയാൻ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഫലമാണ് ഇന്ന് പല സംസ്ഥാനങ്ങളിൽ നിന്നും BJPയുടെ വിജയം കൈവരിക്കുന്നത്. വരുന്നാളുകളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനിയും വലിയ അട്ടിമറികൾക്കായിരിക്കും സാധ്യത. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.